നാട്ടിൻപുറത്ത് കോളറ, മലേറിയ തുടങ്ങിയ അസുഖങ്ങൾ ട്രീറ്റ് ചെയ്യാനായി ഒരു ആയുർവേദ ഡോക്ടർ തുടങ്ങിയ സംരംഭമാണ് ഇന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ FMCG ബ്രാൻഡായി മാറിയത്. അതിൻ്റെ കഥയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തത് വലിയൊരു ഫാക്ടറിയിലൊന്നുമല്ല. അദ്ദേഹം വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയ മെഡിസിൻസ് അദ്ദേഹം സൈക്കിളുകളിലായിരുന്നു ആദ്യം കൊണ്ടുവന്ന് വിറ്റിരുന്നത്. ആ ഒരു ചെറിയ സംരംഭത്തിൽ നിന്നാണ് ഇന്ന് ഒരു $1 ബില്യൺ കമ്പനിയായിട്ട് ഈ ഒരു കമ്പനി മാറിയത്. ആയുർവേദ ഡോക്ടറായിരുന്ന ഡോക്ടർ ബർമൻ, ഡോക്ടറിനെ സാധാരണ നാട്ടുകാർ ഡാക്ടർ എന്നാണ് വിളിക്കുന്നത്. അതിൻ്റെ ആദ്യത്തെ 2 അക്ഷരമായ DAയും ബർമൻ്റെ BURും ചേർന്ന് ഡാബർ എന്ന പേരിൽ ഈ കമ്പനിയുടെ പ്രൊഡക്റ്റുകളെ വിളിക്കാൻ തുടങ്ങി. ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തത് 1884 ഡോക്ടർ SK ബർമൻ കൊൽക്കത്തയിൽ വെച്ചാണ്. ഒരു വീട്ടുവൈദ്യമായിട്ട് തുടങ്ങിയ ഈ ഒരു കമ്പനിയാണ് ഇന്ന് 100-ലധികം രാജ്യങ്ങളിൽ പ്രൊഡക്റ്റുകൾ വിൽക്കപ്പെടുന്ന 250-ലധികം പ്രൊഡക്റ്റുകൾ, ഹെൽത്ത് കെയർ, പേഴ്സണൽ കെയർ, ആയുർവേദ സെഗ്മെൻറ്റിൽ പ്രൊഡക്റ്റുകളുള്ള ഒരു വലിയ ഒരു കമ്പനിയായിട്ട് മാറിയത്. ജലദോഷത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ്, ഹെയർ കെയർ തുടങ്ങിയവ മാത്രമല്ല, ഇന്ന് റിയൽ ജ്യൂസ്, വാട്ടിക, ഹാജ്മോല, ഒഡോനിൽ അങ്ങനെ പല സെഗ്മെൻറ്റിലുള്ള ബ്രാൻഡുകളും ഡാബറിൻ്റെ അണ്ടറിലുണ്ട്. നമ്മളിൽ പലരും ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും ഡാബറിൻ്റെ ഹണിയും ഡാബർ ച്യവൻപ്രാശും. പലർ ഡാബറിൻ്റെ പ്രൊഡക്റ്റ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടാവാം. നിങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ഡാബറിൻ്റെ പ്രൊഡക്റ്റ് ഏതാണെന്ന് താഴെ കമൻറ്റിൽ അറിയിക്കുക. ചെറിയൊരു ഫാക്ട് പറഞ്ഞ് ഇന്നത്തെ ഷോർട്ട് വീഡിയോ അവസാനിപ്പിക്കാം. ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ആയുർവേദിക് കമ്പനിയാണ് ഇന്ന് ഡാബർ. അവർക്ക് സ്വന്തമായിട്ട് ഗാസിയാബാദിൽ ഒരു ആയുർവേദിക് റിസർച്ച് സെൻ്റർ ഉണ്ട്. ഡാബറുമായി ബന്ധപ്പെട്ട് ഇന്ന് നമ്മൾ സംസാരിച്ച കാര്യങ്ങൾ താഴെ പോയിൻറ്റ്സ് ആയിട്ട് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാവുന്നതാണ്.